ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പണത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തുകയാണ്. വലിയൊരു വിഭാഗം പ്രവർത്തകർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. റോഡ് ഷോയായാണ് അദ്ദേഹം നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. പ്രതീക്ഷ വാനോളമുണ്ട് എന്നാണ് അദ്ദേഹം നേരത്തെ 24 പ്രതിനിധിയോട് വ്യക്തമാക്കിയത്. ഒപ്പം PV അൻവർ മത്സരിക്കുന്നില്ല എന്നുള്ളതിൽ ആത്മവിശ്വാസമുണ്ട്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രസ്താവനയാണ്, നടപടിയാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കിയത്. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ, KPCC അധ്യക്ഷൻ, UDF കൺവീനർ, ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തിയിട്ടുണ്ട്. നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. 11 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഒരല്പം വൈകി ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണം നൽകുന്നത് എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അത് കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആഗ്രഹത്തിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും. റാഫി കരീം വിശദാംശങ്ങളുമായുണ്ട്. റാഫി, KPCC അധ്യക്ഷൻ, UDF കൺവീനർ, അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയല്ലേ? തീർച്ചയായും നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മളോടൊപ്പം സന്ദീപ് വാര്യരാണ് ചേരുന്നത്. എന്താണ് നിലമ്പൂരിലെ പ്രതീക്ഷ? UDF ചരിത്രപരമായ ഭൂരിപക്ഷത്തോടുകൂടി, വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. ഭൂരിപക്ഷം നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാൻ പോവുകയാണ്. നിലമ്പൂരിലെ ജനത ഒന്നടങ്കം ഈ പോരാട്ടത്തിൽ UDF-നൊപ്പം ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂരിലേത് മാറുകയാണ്. പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. വലിയ സന്തോഷമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേവലം വ്യക്തിപരമായിട്ടുള്ള പ്രതിച്ഛായകൾക്കപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കാര്യമായി ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയം, ജനങ്ങളുടെ ദുസ്സഹമായ ജീവിത പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അൻവർ മുന്നണിയോടൊപ്പം ഇല്ല എന്നുള്ളത് പ്രതിസന്ധിയാകുമോ? തീർച്ചയായും അതൊന്നും പ്രതിസന്ധിയാകില്ല. ഈ നിലമ്പൂരിലെ ജനത ഒന്നാകെ, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ട്, UDF-നൊപ്പമുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ നേതാക്കളും പങ്കുവെക്കുന്നത്. വലിയ അളവിലുള്ള പ്രവർത്തകർ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു റാലിയാണ് നിലവിൽ നടക്കുന്നത്. ഈ റാലി നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്കാണ്. താലൂക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിക്കും. ആ നിലയിൽ KPCCയുടെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം തന്നെ നേതാക്കൾ റാലിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ നേതാക്കളും ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു റാലിയോട് കൂടിയാണ് പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് നിലവിലെ സാഹചര്യത്തിൽ UDF നേതൃത്വം ഒന്നടങ്കം പങ്കുവെക്കുന്നത്. അൻവറിന്റെ നിലപാടുകളും ഒപ്പം തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും ഒന്നും തന്നെ UDF-നെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും UDF-ഉം ഒന്നടങ്കം പങ്കുവെക്കുന്നത്. നേരത്തെ വലിയ തോതിലുള്ള പ്രതിസന്ധി അൻവർ സൃഷ്ടിക്കുന്നു എന്ന തരത്തിൽ പ്രതീതിയുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കുന്നതിൽ നിന്ന് അൻവർ പിൻവാങ്ങുന്നു എന്ന സൂചനകളുണ്ടായിരുന്നു. അൻവർ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ആ നിലയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ UDF-നെ ബാധിക്കില്ല എന്നുള്ളതാണ് UDF നേതൃത്വം നിലവിൽ വ്യക്തമാക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ ആര്യാടൻ ഷൗക്കത്തിനോട് സംസാരിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചത് അൻവറിന്റെ നിലപാട് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം രാഹുൽ മാങ്കുട്ടി ചേരുന്നുണ്ട്. എന്താണ് നിലമ്പൂരിലെ സാഹചര്യത്തിൽ നിലവിൽ എന്താണ് മനസ്സിലാകുന്നത്? നിലമ്പൂരിന്റെ ഈ ആവേശം കാണുന്നില്ലേ? ഈ ആവേശം കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നിലമ്പൂർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിലെടുത്ത തീരുമാനം, തൃക്കാക്കരയിലെടുത്ത തീരുമാനം, പാലക്കാട് തീരുമാനം, ആ തീരുമാനം പോലെ നിലമ്പൂരും ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. നിലമ്പൂരിൽ അത് രാഷ്ട്രീയ പോരാട്ടമാണ്. സ്വരാജ് കടന്നു വരുന്നു പാർട്ടി ചിഹ്നത്തിൽ ജയിക്കാത്ത മണ്ഡലമല്ലേ നിലമ്പൂര്. ചിഹ്നത്തിൽ ആളെ വേണമെന്നുള്ളത് ഞങ്ങളുടെ താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിന് CPM വഴങ്ങിയിട്ടുണ്ട്. ആ ചിഹ്നത്തെ തന്നെ തോൽപ്പിച്ച്, സർക്കാരിനെ തോൽപ്പിച്ച് ഞങ്ങൾ ജയിക്കും. അൻവറിന്റെ ഒരു അസാന്നിധ്യം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാന്നിധ്യത്തെ പറ്റി CPM-നോട് ചോദിക്കണം. അവരുടെ MLA എന്തിയെന്ന്. അൻവർ UDF-ഉമായി സഹകരിക്കുമെന്നായിരുന്നല്ലോ പ്രതീക്ഷ. അൻവർ CPM-ന്റെ MLA ആണല്ലോ, അത് അവരോട് ചോദിക്കണം.
തീർച്ചയായും ഈ നിലയിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും UDF നേതാക്കൾ ഒന്നടങ്കം വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു. അൻവറിന്റെ അസാന്നിധ്യമോ ഒപ്പം തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമോ ഒന്നും തന്നെ UDF ക്യാമ്പിനെ ഭയപ്പെടുത്തുന്നതല്ല, ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നതല്ല എന്നുള്ളതാണ് നേതൃത്വം ഒന്നടങ്കം പങ്കുവെക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. 2025 അവസാനത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ആ നിലയിൽ വരുമ്പോൾ വലിയ വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. ഒപ്പം തന്നെ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താതെ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ പോലെ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ രാഷ്ട്രീയമായ മത്സരത്തിനാണ് LDFും കളമൊരുക്കിയിരിക്കുന്നത്. എന്തായാലും സ്വരാജിനെ രംഗത്തിറക്കുമ്പോൾ അൻവർ LDFിനെതിരെ ഗുരുതരമായി ഉന്നയിച്ചിരുന്ന മുസ്ലിം സമൂഹത്തോട് LDF സർക്കാർ കാണിക്കുന്ന പ്രീണനം, മുസ്ലിം സമൂഹത്തോട് LDF സർക്കാർ കാണിക്കുന്ന പെരുമാറ്റം, ഇതെല്ലാം തന്നെ മറികടക്കാൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് LDFിനും CPMനും ഉള്ളത്. എന്തായാലും നിലവിൽ ഈ രണ്ട് കൂട്ടരും ഇന്ന് പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലമ്പൂരിലെത്തിയ സ്വരാജ് അല്പസമയത്തിനകം നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ റാലിയോടുകൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ പത്രിക സമർപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഞ്ചായത്ത് തലത്തിലുള്ള യോഗങ്ങൾ, നേതൃയോഗങ്ങൾ UDF പൂർത്തിയാക്കിയിരുന്നു. ബൂത്ത് തലത്തിലുള്ള നേതൃയോഗങ്ങൾ ഇന്നലെ വൈകിട്ടോടുകൂടി UDF പൂർത്തിയാക്കിയിരുന്നു. 255 ബൂത്തുകളാണുള്ളത്. ആ 255 ബൂത്തുകളിലേക്കുള്ള നേതൃയോഗങ്ങളും UDF ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒരു പ്രകടനമായാണ് അദ്ദേഹം നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. വലിയൊരു വിഭാഗം പ്രവർത്തകർക്കൊപ്പം മുതിർന്ന നേതാക്കളുമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എന്നുള്ളതാണ്.